സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മലി സിവാക വലാ അൽബി അലാ അഹദി ഫഅൻത നൂറുൽ ഹുദാ ഫീ കുല്ലി കായിനതി വഅൻത സിറുൻ നദാ യാ ഖൈറ മുഅ്തമദി. ഇത് എഴുതിയ കവിയാണ് ആര്? പുണ്യ റസൂലിനെ ലോകത്തേത് സൃഷ്ടിയേക്കാളും മഹത്വപ്പെടുത്തി കവിത എഴുതിയ, ലോകം കണ്ട പ്രവാചക പ്രേമത്തിന്റെ കവി, മഹത്ത ആത്മപീയൂഷത്തിന്റെ കവിത എഴുതിയ കവിയാണ് ആര്? മഹാനായ അബ്ദുൽ ഹമീദ് ഒന്നാമൻ. അദ്ദേഹത്തിന്റെ കീഴിലുള്ള നാട്ടുരാജാവ് റിയാദ് ഭരിക്കുന്നത് ഉസ്മാനികളെ തോൽപ്പിച്ച് ഭരണം പിടിച്ചെടുത്തു. ആര്? സാക്ഷാൽ മുഹമ്മദ് അബ്ദുൽ വഹാബ്. ആ സമയത്താണ് യൂറോപ്യൻ ശക്തികളോട് പുറത്തുനിന്ന് പൊരുതുന്നത് ആര്? ഉസ്മാനികൾ. 800 കൊല്ലക്കാലം മുസ്ലിം ലോകത്തിന് അതിർത്തി കാത്ത മഹാന്മാർ. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടത്. ഈ വർഗവഞ്ചകർക്ക് എങ്ങനെ മാപ്പ് കൊടുക്കും? ഈ വർഗവഞ്ചകരെ കയ്യിലെ പണത്തിനെ കുതിച്ചിട്ടല്ലാതെ എന്തിനാണ് സുന്നിയെ നിങ്ങൾ ഇത് മൂടി വെക്കുന്നത്? റസാഖ് റബ്ബാനി എന്ന വിശ്വാസം നിങ്ങൾക്ക് സുന്നികളെ ഇല്ലാതായി പോയതല്ലേ കാരണം? നിങ്ങൾ എന്തിനാണ് ഈ വഹാബികളെ ഭയപ്പെടുന്നത്? എപ്പോൾ എന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1769 മുതൽ 1821 വരെയാണ്. 1769 മുതൽ 1821 വരെയാണ് ആര്? നെപ്പോളിയൻ ബോണപ്പാർട്ട്. അദ്ദേഹത്തിന്റെ പ്രധാന കാലം സൈന്യത്തിൽ ചേർന്നു, സൈന്യത്തെ ഏകീകരിച്ചു. പിന്നെ ഫ്രഞ്ച് ഭരണാധികാരികൾക്കെതിരെ, ഫ്രഞ്ച് എംപയറിനെതിരെ യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിന്റെ കാലഘട്ടം 1789 മുതൽ 1799 വരെയുള്ള കാലഘട്ടമാണ് നെപ്പോളിയന്റെ യുദ്ധകാലഘട്ടം. ഫ്രാൻസിനെതിരെ, സ്വന്തം രാജ്യത്തെ ഭരണാധികാരിക്കെതിരെ. 1789 മുതൽ 1799 വരെയുള്ള 10 വർഷമാണ് ഫ്രഞ്ച് വിപ്ലവം. ആ ഫ്രഞ്ച് വിപ്ലവത്തിലാണ് ഫ്രഞ്ച് എംപയറിനെ പൂർണ്ണമായി തകർത്തു. ആര് തകർത്തു? നെപ്പോളിയന്റെ കീഴിലുള്ള സൈന്യം. അങ്ങനെ വന്നപ്പോൾ പിന്നെ ഈ ഭരണകാലത്തൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഉസ്മാനികൾ ക്ഷയിച്ച കാലത്താണെങ്കിലും ഫ്രഞ്ച് എംപയറിനെ സഹായിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഫ്രഞ്ച് എംപയറിനെ സഹായിക്കണമെന്ന് 1536 കരാറൊപ്പിട്ടിട്ടുണ്ട് ഉസ്മാനികൾ. 1536 ഉസ്മാനികൾ സുലൈമാൻ ഖാനുവിന്റെ കാലത്ത് മതപരവും സൈനികവുമായ എല്ലാ കാര്യം സഹകരിക്കണം എന്നുള്ള കരാറൊപ്പിട്ടിട്ടുണ്ട്. അവർ കാത്തലിക്സ് ആണ്, കുറച്ച് ഓർത്തഡോക്സും. എന്നാലും മുസ്ലിങ്ങൾ വലിയ സഹകരണമാണ്, തിരിച്ചിങ്ങോട്ടും അങ്ങോട്ടും. സൈനികമായ തോളോട് തോളുറുമ്മി ഹോളി റോമൻ എംപയറിനോട് വരെ അവർ യുദ്ധം ചെയ്ത കാലം ഉണ്ടായിട്ടുണ്ട്, സഹകരിച്ച്. അപ്പോൾ ഇവ ഈ കഷ്ടപ്പാടിന്റെ കാലഘട്ടത്തിൽ ഫ്രാൻസിനെ സഹായിക്കേണ്ടി വന്നിട്ടുണ്ട്. ആർക്ക്? ഉസ്മാനികൾക്ക്. അതുകൊണ്ട് 1795 ശേഷം പിടിച്ചടക്കലാണ്. പിന്നെ അധികാര ഈ കാലത്ത് അടുത്ത ഒരു താല്പര്യം ബോണപ്പാർട്ടിന് ആരെ തകർക്കലാണ്? ഉസ്മാനികൾ തകർക്കൽ. അക്കാലത്ത് ലോകത്തിൽ വലിയ ഭൂവിഭാഗം ആരെ കയ്യിലാണ്? ഉസ്മാനികളെ കയ്യിലാണ്. അതുകൊണ്ട് അദ്ദേഹം നേരെ എന്ത് ചെയ്തു? ഒരേ സമയത്ത് അദ്ദേഹത്തിന് 2 ശത്രുക്കൾ. ഒന്ന് ഹോളി റോമൻ എംപയർ. പോപ്പിന്റെ അധികാര വസതിക്കെതിരെ ബീരങ്കി ചൂണ്ടിയ ഒരൊറ്റ മനുഷ്യൻ ലോക ചരിത്രത്തിലുണ്ടെങ്കിൽ നെപ്പോളിയൻ ബോണപ്പാർട്ട്. പോപ്പിന്റെ അധികാര വസതിക്കെതിരെ പീരങ്കി പടയെ ചൂണ്ടി നിർത്തി. പോപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു പീരങ്കിപ്പട. അധികാര വസതിയിൽ നിന്ന് പുറത്തേക്ക് ചൂണ്ടി നിൽക്കുന്ന പീരങ്കി കുഴലുകൾ നേരെ പോപ്പിനെ നേരെ അങ്ങോട്ടാക്കി വെച്ചു. ഇങ്ങനെ ലോക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാര് മാത്രം? നെപ്പോളിയൻ ബോണപ്പാർട്ട്. അതുകൊണ്ട് എന്റെ ഒരു വിശുദ്ധ യുദ്ധം പ്രഖ്യാപിച്ചു പോപ്പ് നെപ്പോളിയനെതിരെ. അതുകൊണ്ട് യൂറോപ്പ് മുഴുവനും ഒന്നടങ്കം നെപ്പോളിയനെതിരെ അത് വന്നു. ബ്രിട്ടന്റെ നേതൃത്വത്തിൽ വാട്ടർലൂയിൽ. അത് കാരണം നെപ്പോളിയൻ തോറ്റുപോയി. അതിന്റെ കാരണം മതപരമായ ചില കാരണത്താൽ നെപ്പോളിയന്റെ പട്ടാളത്തിൽ ചിലർ നെപ്പോളിയനെ തന്നെ എതിരായി. അപ്പോഴത്തിന് 200 യുദ്ധങ്ങളിൽ യൂറോപ്പിൽ മാത്രം ജയിച്ചിട്ടുണ്ട് നെപ്പോളിയൻ. ഈ നെപ്പോളിയനാണ് എന്ത് ചെയ്തത്? 1798 മെഡിറ്ററേനിയൻ അങ്ങോട്ട് കടന്ന് അലക്സാണ്ട്രിയ കയറിയത്. അന്ന് അലക്സാണ്ടർ ജെറൂസലേം മുഴുവൻ ആരെ കയ്യിലാണ്? ഉസ്മാനികളുടെ കയ്യിൽ. അവരിങ്ങോട്ട് വന്നു, കൈറോ വരെ. സീനായി മൊത്തം അവരുടെ കയ്യിലായി. ഇതൊരു വലിയ ഒരു സീപോർട്ട് കടന്ന് കയറിയാൽ പിന്നെ എപ്പോഴും ലാൻഡാണ്, എപ്പോഴും കയറാം. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ എപ്പോഴും അടിമപ്പെടുത്താതെ സീപോർട്ട് വഴിയാണ്. സീപോർട്ട് കടന്ന് കയറിയ കഴിഞ്ഞു. ഉദാഹരണം പറയാം, മംലൂക്കുകളുടെ കാലത്ത് ജിദ്ദ പോർച്ചുഗീസുകാർ ആക്രമിച്ചപ്പോഴത്തിന് മംലൂക്കുകൾക്ക് എതിരായിട്ട് പോലും ജിദ്ദയിലേക്ക് പട അയച്ചു ആര്? ഉസ്മാനി ഖലീഫ. എന്തുകൊണ്ട്? അവർ കയറിയാൽ പിന്നെ നേരെ ലാൻഡ് യുദ്ധമായിരിക്കും നടക്കുക. ആ മക്കൾക്ക് പ്രശ്നവും. മക്കൾക്ക് പ്രശ്നമായാൽ, മദീനക്ക് പ്രശ്നമായാൽ അത് മംലൂക്കുകളുടെ പ്രശ്നമല്ല, അത് മുസ്ലിമത്തിന്റെ കരളിനൊക്കെ പരിഹാരം ഉണ്ടാവില്ല. അതുകൊണ്ട് ജിദ്ദ പോർട്ടിന് അവർ കയറാൻ സമ്മതിക്കരുത്. മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ അലക്സാണ്ട്രിയ പോർട്ടും ചെങ്കടൽ തീരങ്ങളൊന്നും പൂർണ്ണമായി സംരക്ഷിക്കാൻ അക്കാലത്ത് ഇവർക്ക് കഴിഞ്ഞില്ല, ഉസ്മാനികൾക്ക്. അത്രയും ഒന്ന്. അതേസമയത്ത് റഷ്യൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. റഷ്യക്കാരുമായി യുദ്ധം നടക്കുന്നുണ്ട്. അതേസമയത്ത് ഏറ്റവും വലിയ വില്ലാളി വീരനാണ് ഇവിടെ ആക്രമിക്കുന്നത്. ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, 1795-ന്റെയും 1810-ന്റെയും ഇടയിലുള്ള കാലഘട്ടം. അത് വല്ലാത്തൊരു കാലഘട്ടമാണ്. ഒരു ഭാഗത്ത് റഷ്യ, ഒരു ഭാഗത്ത് നെപ്പോളിയൻ. ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ വഹാബികൾ കയറുന്നത്. എങ്ങോട്ട്? ഹിജാസിലേക്ക്.
803 കയറി, 804, 805, 806 പൂർത്തിയായി, 818 വരെ. ശ്രദ്ധിക്കവർക്ക് കഴിയൂല. എന്തുകൊണ്ട്? രണ്ട് ഭാഗത്ത് പ്രബല ശക്തികളാണ് എതിരിടേണ്ട. ഇസ്ലാമിക ഖിലാഫത്ത് ഒരേ സമയത്ത് റഷ്യയോട് അടിക്കാണ്, അതേസമയത്ത് നെപ്പോളിയനോടും. നെപ്പോളിയൻ ഒരു കാലത്ത് പിന്നീട് 800 ശേഷം നെപ്പോളിയൻ ശല്യല്ലാതായി തീർന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് പറഞ്ഞാൽ 803 ശേഷം. അതേസമയത്ത് ബ്രിട്ടന്റെ പ്രശ്നം വന്നു, വേറെ ഒരുപാട് സാമ്രാജ്യങ്ങളും അതേ സമയത്ത് കയറുകയും ചെയ്തു. അപ്പോൾ പ്രശ്നമായി. യൂറോപ്യൻ ചരിത്രം തന്നെ അയാൾ മാറ്റിമറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഹോളി റോമൻ എംപയർ, ഓസ്ട്രിയ, റഷ്യ, സ്പെയിൻ, സ്വീഡന്, പോർച്ചുഗല്, ഹംഗറി, നെതർലാൻഡ്, ഇറ്റലി, പിന്നെ പേർഷ്യയിലെ ചില രാജവംശങ്ങൾ എല്ലാവരും ഒന്നിച്ച് നെപ്പോളിയനെതിരെ തിരിഞ്ഞു. അങ്ങനെ 40 ലക്ഷം സൈന്യത്തെ സംഘടിപ്പിച്ച് യൂറോപ്പിനോട് ഒരുമിച്ച് പൊരുതി യൂറോപ്പിനെ തോൽപ്പിച്ചു കളഞ്ഞു. ആര്? നെപ്പോളിയൻ. നെപ്പോളിയന്റെ സൈന്യം 40 ലക്ഷം അങ്ങോട്ട് കയറി പോർച്ചുഗലില്. അങ്ങനെ പോർച്ചുഗല്, ബ്രിട്ടന്, ഹംഗറി, റഷ്യ ഒഴികെയുള്ള എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഇയാളെ കീഴിലായി. ഈവൻ ഇറ്റലി അടക്കം. ഇറ്റലിയിലാണല്ലോ എന്ത് വത്തിക്കാൻ സിറ്റി. ഇതെല്ലാം എന്തായി? നെപ്പോളിയന്റെ കീഴിലായി. നെപ്പോളിയനാകട്ടെ പൂർണ്ണമായി ആർക്കെതിരുമാണ്? പോപ്പിനെതിരാണ്. പോപ്പിനെ ഭയപ്പെടുത്തിയ ഒരേ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച ഒരു ഭരണാധികാരി ലോക ചരിത്രത്തിൽ ഉണ്ടെങ്കിൽ അതാരാണ്? അത് നെപ്പോളിയൻ ബോണപ്പാർട്ട്. അതെല്ലാം ക്രിസ്തീയ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. അല്ലാതെ ഞാനത് ചരിത്രം എന്നതിൽ പറയാനല്ലാതെ ഒരു വിഭാഗത്തെ കത്തോലിക്സിനെ ഇകഴ്ത്തിയിട്ടോ ഓർത്തഡോക്സിനെ വളർത്തിയിട്ടോ നമുക്കൊരു പ്രത്യേക കാര്യമല്ല. ചരിത്രം എന്ന നിലയിൽ പറയാണ്. ആ ചരിത്ര സത്യം പറയാൻ അത് ആർക്ക് പറയാനുള്ള അവകാശം ഉണ്ടല്ലോ. മാത്രമല്ല ആ കാലത്തെ ചരിത്രത്തെ എന്തുകൊണ്ട് ഉസ്മാനി ഖിലാഫത്തിന് ഇത്രയേറെ ക്ഷതം സംഭവിച്ചു എന്നതിന് ഒരു ഉദാഹരണം ഞാൻ ഈ പറഞ്ഞത്. റഷ്യ എന്ന് പറഞ്ഞാൽ അക്കാലത്ത് വലിയ ശക്തിയാണ്, അതേസമയത്ത് നെപ്പോളിയൻ ശക്തിയാണ്. അതേസമയത്ത് ഇറ്റലി, ഹോളി റോമൻ എംപയർ വലിയ ശക്തിയാണ്, സ്പാനിഷ്, ഡച്ച്, ഇവരെല്ലാം. അതുകൊണ്ട് അന്ന് ഫ്രഞ്ച് എംപയറിനെ ആരെല്ലാം മിത്രമാക്കിയോ അവരെല്ലാം ശത്രുവാക്കി. ആര്? നെപ്പോളിയൻ. ഉസ്മാനികളെ അടിക്കാൻ തീരുമാനിച്ചു. യഥാർത്ഥത്തിൽ ഉസ്മാനികളും നെപ്പോളിയൻ തമ്മിൽ ഒരു ശത്രുത ഉണ്ടായിരുന്നില്ല. ഇനി ഞാൻ വേറെ ചരിത്ര സംഭവം പറയാം. ചരിത്രത്തിന് ഒരു ധാരണ 100% സാധ്യതയുണ്ട്. നെപ്പോളിയന്റെ കൂട്ടുകാരനാണ് ആര്? ടിപ്പു സുൽത്താൻ. നെപ്പോളിയന്റെ കൂട്ടുകാരനാണ്. കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ പരസ്പര സഹകരണമുള്ള രണ്ട് രാജാക്കന്മാരാണ്. ഒന്ന് ടിപ്പുവും ഒന്ന് ആരും? നെപ്പോളിയൻ. ടിപ്പുവിന്റെ സൈന്യം ഫ്രാൻസിൽ പോയി നെപ്പോളിയനെ സഹായിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് സൈന്യം മൈസൂരിൽ വന്ന് ടിപ്പുവിനെ സഹായിച്ചിട്ടുണ്ട്. ഇവിടുന്ന് മൈസൂരിൽ നിന്ന് ആയുധങ്ങൾ നെപ്പോളിയൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. നെപ്പോളിയന്റെ ആയുധങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പീരങ്കി അയച്ചു കൊടുത്തു. ആർക്ക്? മൈസൂരിലേക്ക് ടിപ്പുവിന് പീരങ്കി അയച്ചു കൊടുത്തു നെപ്പോളിയൻ. അപ്പോൾ പീരങ്കിയെ കപ്പൽ തന്നെ തിരിച്ചയച്ചു. കാരണം അതിനേക്കാൾ നല്ല ക്വാളിറ്റിയുള്ള പീരങ്കി അന്ന് മൈസൂർ ഉണ്ടാക്കുന്നുണ്ട്. ടിപ്പു പീരങ്കി ഉണ്ടാക്കുന്ന കാലത്ത് ആ ക്വാളിറ്റിയുള്ള പീരങ്കി ലോകത്തെവിടെയും ഇല്ല എന്ന് എഴുതി വെച്ച അനവധി ഇംഗ്ലീഷ് ചരിത്രകാരന്മാരുണ്ട്. സമാനതകളില്ലാത്ത ഭരണാധികാരിയാണ് ആര്? ടിപ്പു. എന്നിട്ട് 48-ാമത്തെ വയസ്സിൽ മരിച്ചു. എന്താ കാരണം? ടിപ്പു വലിയാണ്. ടിപ്പു കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ലോങ് ടൈം കാഴ്ചയാണ്. ഇത് കാണാൻ ഒരു വലിയനെ കഴിയൂ. ഒരു അള്ളാഹുവിന്റെ വലിയനും ആരിഫിനും മാത്രം കാണാൻ കഴിയുന്ന കാഴ്ച ടിപ്പുവിന്റെ കാഴ്ച. ടിപ്പു എന്തുകൊണ്ട് നെപ്പോളിയനെ പിടിച്ചു എന്ന് വെച്ചാൽ, ഒന്ന്, നെപ്പോളിയൻ ടിപ്പുവിനെ അല്ലാത്ത ഒരാളാവും ഭാവിയിൽ എന്ന് കാണാൻ ടിപ്പുവിന് കഴിയും. ഒരു വലിയനെ അത് കഴിയും. അത് കഴിഞ്ഞും ചെയ്തു. ഈ ടിപ്പു പിന്നെ മുസ്ലിമായി. സെൻഹലാനാസ് ദ്വീപിലാണ് അയാൾ നാട് കടത്തപ്പെട്ടത്. അവിടെ മുസ്ലിമായി ജീവിച്ചു മരിച്ചു. അവിടെയാണ് അയാളെ ഖബർ. സെൻഹലാനാസ് ദ്വീപിൽ ബ്രിട്ടീഷുകാർ അവസാനമായി, ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരൊക്കെ അവസാനമായി നാട് കടത്തുന്ന നാടാണ് ഏത്? സെൻഹലാനാസ് ദ്വീപ്. ഒരു ദ്വീപിൽ രണ്ടാള്, നെപ്പോളിയനും നെപ്പോളിയന്റെ വേലക്കാരനും മാത്രം. ഒരു ദ്വീപിൽ വേറെ മനുഷ്യല്ല. അങ്ങനെ മരിച്ചേ. എന്തുകൊണ്ട്? ഏതെങ്കിലും 10 ആളുള്ള സ്ഥലത്തെങ്കിലും നെപ്പോളിയൻ എത്തിപ്പെട്ടാൽ അത് 100 ആക്കാനോ 1000 ആക്കാനോ 10,000 ആക്കാനോ നെപ്പോളിയന് കഴിയുമെന്ന പേടി ആർക്കുണ്ട്? ബ്രിട്ടനുണ്ട്. ഇവിടെ വേറെ ഒരു പ്രശ്നമുണ്ട്. നെപ്പോളിയനും ടിപ്പും കൂടി കൂട്ടിച്ചേരാനുള്ള സാഹചര്യം വേറെയുണ്ട്. നെപ്പോളിയന്റെ ആജീവനാന്ത ശത്രുവാണ് ആര്? ബ്രിട്ടന്. ടിപ്പുവിന്റെ ആജീവനാന്ത ശത്രുവാണ് ആര്? ബ്രിട്ടന്. അതുകൊണ്ട് സത്യത്തിൽ ഉസ്മാനി രാജ്യങ്ങളെ തകർക്കലായിരുന്നില്ല നെപ്പോളിയന്റെ ലക്ഷ്യം, മൈസൂരിൽ എത്തിച്ചേരലായിരുന്നു എന്നും ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. എങ്ങാനും ടിപ്പുവിന്റെ സൈന്യവും നെപ്പോളിയന്റെ സൈന്യവും 1790-കളിൽ എങ്ങാനും ഇന്ത്യയിൽ എത്തിയിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഒരു ബ്രിട്ടീഷ് ഇന്ത്യ ഉണ്ടാകുമായിരുന്നില്ല. ആ കാലം എന്ന് പറഞ്ഞാൽ വല്ലാതെയൊന്നും ബ്രിട്ടന് സ്വാധീനമില്ല. ബംഗാളിൽ സിറാജുദ്ദൗലയെ തോൽപ്പിച്ച് അവന്റെ ബാലാരിഷ്ടതെങ്ങനെ കഴിഞ്ഞു വരണേ ഉള്ളൂ. അന്നൊരാൾ തോൾ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ടിപ്പുവിന്റെ ഈ കാഴ്ച കാണാൻ ഉത്തരേന്ത്യയിലോ ദക്ഷിണേന്ത്യയിലോ ഉള്ള മറ്റു ഇന്ത്യൻ ഭരണാധികാരികൾക്ക് കഴിഞ്ഞില്ല. ഒന്ന്. രണ്ട്, ടിപ്പു ഒരിക്കലും വർഗീയവാദിയല്ല. എന്തുകൊണ്ട്? ഫ്രാൻസിനെ സഹായിക്കുക എന്നാൽ കാത്തലിക് ക്രിസ്ത്യൻസിനെയും ഓർത്തഡോക്സ് ക്രിസ്ത്യൻസിനെയും സഹായിക്കലാണ്. ഫ്രഞ്ചിനെ സഖ്യകക്ഷികളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറഞ്ഞാൽ അതുകൊണ്ട് ലാഭം മുസ്ലിമീങ്ങൾക്കല്ല, ക്രിസ്ത്യാനിറ്റിക്ക് തന്നെയാണ്.
ടിപ്പു ഫ്രാൻസിലെ പടയാളികളെ ഇവിടെ ക്ഷണിച്ചു കൊണ്ടുവന്ന് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് മതപരമായ സൗകര്യം ചെയ്തു കൊടുക്കേണ്ടി വരുമല്ലോ. അവർക്ക് ഞായറാഴ്ച കുർബാന മറ്റു കാര്യം എല്ലാം നടത്താൻ സൗകര്യം ചെയ്തു കൊടുക്കേണ്ടി വരും സ്വാഭാവികമായും. അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ പല ആളുകൾ പറഞ്ഞ് ശുദ്ധമായ നുണയാണ്, ശുദ്ധ നുണ. കാരണം ടിപ്പുവിന്റെ പേരിലൊക്കെ പറഞ്ഞ് പച്ച നുണകളാണ്, 100% നുണകൾ. അതൊന്നും ഒരു മതാധികാരികൾ ഒരു മതത്തിന്റെ കുപ്പായിട്ട് പറയാൻ പാടില്ല. കാരണം ധീരദേശാഭിമാനിയാണ് അയാൾ. ഒരു ധീരദേശാഭിമാനിയെ നിസ്സാരപ്പെടുത്താൻ പാടില്ല. അവിടെ മതമില്ല, ജാതിയില്ല. ഗാന്ധിജിയെ ഒരാൾ ആക്ഷേപിക്കുന്ന നോക്കി നിൽക്കാൻ പാടുണ്ടോ? അവിടെ ജാതി മതം ഉണ്ടാ? എന്തുകൊണ്ട്? ഗാന്ധിജി പറഞ്ഞാൽ ഒരു മനുഷ്യത്വമുള്ള ഒരാളാണ്. ആ മനുഷ്യന് വേണ്ടി നിലകൊള്ളൽ ഏതൊരു ആൾ, ഇന്ത്യക്കാരനല്ല, ഇന്ത്യയുടെ പുറത്തുള്ള ആരെയും പാട്ടില്ല, ഒരു മനുഷ്യത്വമുള്ള ആളല്ലേ. അവിടെ മതമുണ്ട്, അവിടെ ജാതി ഉണ്ട്. മനുഷ്യത്വത്തിന് വേണ്ടി നിലകൊണ്ട ഒരാളാണ് സത്യത്തിൽ ടിപ്പു. ഇതറിയുന്ന ആളാണ് ആര്? നെപ്പോളിയൻ. നെപ്പോളിയൻ മെഡിറ്ററേനിയൻ സീ പോർട്ട് കടന്നു കയറിയത് അദ്ദേഹത്തിന്റെ താല്പര്യം എന്തായിരിക്കണം? നേരെ മൈസൂരിലെത്തലായിരിക്കണം. പക്ഷേ അപ്പോഴത്തിന് ഫ്രാൻസിൽ ആഭ്യന്തര കലാപം ഉണ്ടായി. 1801 തന്നെ 1798 അദ്ദേഹം കടൽ കടന്ന് കയറുന്നത്. പക്ഷെ 1891 ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. കാരണം ഫ്രാൻസിൽ ആഭ്യന്തര കലാപം ഉണ്ടായി. 1799 ഷഹീദാവുകയും ചെയ്തു. ആര്? ടിപ്പു. ബ്രിട്ടീഷുകാരുടെ കരാളഹസ്തങ്ങളാൽ കൊല്ലപ്പെട്ടു. യുദ്ധമുഖത്ത് ഷഹീദായി. കൊട്ടാരത്തിൽ ഒളിച്ചിരിക്കുമല്ല, യുദ്ധക്കളത്തിൽ ഷഹീദായി. ആര്? ടിപ്പു. 48 വയസ്സ്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞത്? അദ്ദേഹം ഒരു മനുഷ്യനാണ്. കാരണം സുന്നിയാണ്. ഇന്നൊരു രാജാവധി ചെയ്യൂല. എന്തുകൊണ്ട്? ഒരു പേടിതൊണ്ടന്മാരാണ്. എന്തുകൊണ്ട്? ഒരു മുനാഫിക്കുകളാണ്. എന്തുകൊണ്ട്? ഒരു വഹാബികളാണ്. അദ്ദേഹത്തിന് 16ഓളം ത്വരീഖത്തുകളുണ്ട്. ഹനഫിയാണ്, ശുദ്ധ ഹനഫിയാണ്. ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഉസ്മാനിയ ഖിലാഫത്ത് തകർന്നു പോയ ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് വഹാബികൾ കയറിയിട്ട് മക്കക്കാരുടെ ഭക്ഷണം തടയാൻ ആദ്യം ചെയ്തത്. നെപ്പോളിയനെ പറ്റി ഞാൻ പിന്നീട് പറയാം. പിന്നീട് 1801 തമ്പില് വെച്ചിട്ട് പട്ടാള ക്യാമ്പിലേക്ക് മുസ്ലിം പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് മൗലിദ് നടത്തിയെന്നൊക്കെ ചരിത്രത്തിലുണ്ട്. ആര്? നെപ്പോളിയൻ. മൗലിദാഘോഷം റബീഉൽ അവ്വലുണ്ട് ഇവിടെ ഈജിപ്തിൽ. ആരുണ്ട്? നെപ്പോളിയൻ ഉണ്ട്. എന്നിട്ട് പട്ടാള തമ്പിൽ കൊണ്ടുവന്ന് ആലിമീങ്ങളെ കൊണ്ടുവന്ന് മൗലിദാഘോഷം നടത്തി. അദ്ദേഹം ഈജിപ്തിൽ വന്നപ്പോൾ ഇസ്ലാമിനെ പറ്റി പഠിച്ചു. ഇസ്ലാമിനെ പറ്റി പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? അദ്ദേഹം അത്ഭുതപ്പെടുത്തുന്നത്, അദ്ദേഹം മെഡിറ്ററേനിയൻ കടന്ന് കയറിയപ്പോൾ ബീരങ്കിയുടെ മുന്നിലേക്ക് ഇങ്ങനെ ചാടുക ആണുങ്ങൾ, ജീവൻ ബലിയർപ്പിച്ച് ജീവൻ കൊടുത്തുകൊണ്ട്. അദ്ദേഹം യൂറോപ്പിൽ കാണാത്ത രീതിയാണത്. രാജ്യത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ബീരങ്കിയുടെ മുന്നിലേക്ക് ഈ മുസ്ലിങ്ങളാകുന്ന മനുഷ്യർ ഇങ്ങനെ ചാടുന്ന കണ്ടപ്പോൾ എവിടുന്നാണ് ഇവർക്ക് ധൈര്യം കിട്ടിയത് എന്ന് അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം വലിയ പണ്ഡിതനല്ലേ, വലിയ കഴിവുള്ള ആളാണ്. അത് അദ്ദേഹത്തെ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ പ്രേരിപ്പിച്ചു. ഇതന്നെ കാരണം. റബീഉൽ അവ്വലിൽ തന്റെ സൈന്യത്തിൽ ഒരാളും ഈജിപ്തിലുണ്ടായിരുന്ന കാലത്ത് റബീഉൽ അവ്വലിൽ ഒരാൾ കള്ളുടിക്കരുത്. കാരണം മുസ്ലിങ്ങളെ ഏറ്റവും ആദരിക്കുന്ന ഒരു മാസമാണ് ഏത്? പുണ്യപ്രവാചകന്റെ മാസം റബീഉൽ അവ്വലാണ്. അതുകൊണ്ട് ഈ മാസം, അറബി മാസം കഴിയുന്നത് വരെ സൈന്യത്തിൽ ഒരാൾ കള്ള് കുടിക്കരുത് എന്ന നിയമം പാസാക്കി ഈജിപ്തിലുണ്ടായ കാലത്ത്. ആര്? നെപ്പോളിയൻ. ഇസ്ലാമിലേക്ക് അയാൾക്കൊണ്ട സ്വാധീനം മാത്രമല്ല, ആലിമ്യങ്ങളെ ക്ഷണിച്ചു വരുത്തി തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരുപാട് ചരിത്രരേഖകളുണ്ട്. അദ്ദേഹത്തിന് മുസ്ലിമായ അദ്ദേഹത്തിന് പിന്നെ ചില ഷെയ്ഖുമാരോട് അഹ്ലുബൈത്തായിരുന്ന അദ്ദേഹം മുസ്ലിമായി എന്ന് മാത്രമല്ല, അദ്ദേഹം ത്വരീഖത്ത് സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ സയ്യിദ് ഖലീലുൽ ബക്രിയായിരുന്നു അദ്ദേഹത്തിന്റെ ഷെയ്ഖ്. ആരുടെ? അലി ബോണപാർട്ടിന്റെ. ഒരു നിലക്ക് വാട്ടർലൂ യുദ്ധത്തിൽ അദ്ദേഹം തോൽക്കാൻ കാരണം അദ്ദേഹം മുസ്ലിമായതാണെന്നാണ്. എന്തുകൊണ്ട്? നേരത്തെ യൂറോപ്യൻ സിസ്റ്റം അനുസരിച്ച് നേരും നെറിയും യുദ്ധത്തിനില്ല. എങ്ങനെയെങ്കിലും അടിച്ച് തകർക്കലാണ് യൂറോപ്പിന്റെ രീതിയും ലക്ഷ്യവും. അദ്ദേഹം മുസ്ലിം ആയപ്പോൾ യുദ്ധ നിയമങ്ങൾ മുസ്ലിം പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ചു. അപ്പോൾ ആ യുദ്ധ നിയമം വിട്ടു ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. സ്വാഭാവികമായും അദ്ദേഹം വാട്ടർലൂ യുദ്ധത്തിൽ തോറ്റു. നേരത്തെ 200 യുദ്ധങ്ങളിൽ ജയിച്ച നെപ്പോളിയൻ ബോണപ്പാർട്ട് വാട്ടർലൂ യുദ്ധത്തിൽ തോക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? അദ്ദേഹം ഇസ്ലാമിക യുദ്ധം അനുസരിച്ചാണ്, രീതി അനുസരിച്ചാണ് അദ്ദേഹം യുദ്ധം ചെയ്തത്. ഇസ്ലാമിന് എന്നാൽ യുദ്ധത്തിൽ വളരെ കർശന രീതികളാണ്. രീതി തെറ്റിയ പാടില്ല, രീതി തെറ്റാനേ പാടില്ല. രീതി തെറ്റിയ യുദ്ധം ഉടനെ നിർത്തിക്കൊള്ളണം. ശത്രുവിന്റെ മുന്നിൽ തോറ്റുപോയാലും യുദ്ധ നിയമങ്ങൾ പാലിക്കണം. സിവിലിയന്മാരെ കൊല്ലാൻ പാടില്ല, സിവിലിയന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞാൽ യുദ്ധം നിർത്തിക്കണം. ഒരുപാട് നിയമങ്ങളാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന ബദ്ർ ഉഹദ്, ഈ ഏരിയയെ പറ്റി ഒന്ന് ഇപ്പൊ നിങ്ങൾ പറയും. ഇന്നത്തെ കണ്ണിൽ 21ാം നൂറ്റാണ്ടിലെ ബദ്ർ ഉഹദ് എന്താ? ഒരു സിവിലൈസേഷൻ അഡ്വാൻസ് ചെയ്യപ്പെട്ട ഒരു പ്രദേശം അല്ല, മരുഭൂമിയാണ്. അന്നും മരുഭൂമിയുടെ ഭാഗമാണ്, ഇന്നും മരുഭൂമിയുടെ ഭാഗമാണെങ്കിൽ അന്ന് എങ്ങനെയിരിക്കും? ഒരു സിവിൽ സൊസൈറ്റിയിലേക്ക് വരുന്നത് മക്ക ഫതഹാണ്, അതിൽ ആയുധവും ഇല്ല. പിന്നെ അവർ ഇങ്ങോട്ട് വന്നത് ഖന്തക്കാണ്, അത് യുദ്ധത്തിന് സംബന്ധിച്ചില്ല, കണങ്ങൊഴിച്ചു. നിങ്ങൾ നബിയെ മനസ്സിലാക്കി. അതായത് സിവിലിയന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വാറും നബി സമ്മതിച്ചിട്ടില്ല. പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ ബദറും ഉഹദുമാണ്. അതൊരു സിവിലൈസേഷൻ അഡ്വാൻസ് ചെയ്യപ്പെട്ട ഒരു ഏരിയയിലല്ല, അന്നും ഇന്ന് പോലും അല്ല. ഒരു സിവിൽ ഏരിയ അല്ല ഇന്ന് പോലും ബദർ. ഉഹദ് ഏതായാലും അല്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ ബദർ പോരല്ലേ?
ഇന്നിപ്പോൾ ഒരു സിവിലിയൻ ഏരിയ അല്ലത്. പിന്നെ ഒരു സിവിൽ ഏരിയയിൽ ഒരു യുദ്ധം എന്ന് പറയാൻ മക്കഫത്തഹാണ്. മക്കഫത്തയിൽ യുദ്ധത്തിന് 1000 കൊണ്ട് വന്നിട്ടുമില്ല, നേരെ വന്നു, അത്രേ ഉള്ളൂ. അതിനു വേണ്ടി ആളെ കൂട്ടി പേടിപ്പിച്ചു. എന്തിനാ ആളെ കൂട്ടിയത്? പേടിപ്പിച്ചാൽ യുദ്ധം ഉണ്ടാവില്ല. മക്കയിലെ ഭരണാധികാരി അബൂ സുഫിയാൻ തലേ രാത്രി ജബൽ അബി ഖുബൈസിന്റെ മുകളിൽ കയറി നിന്നിട്ട് താഴോട്ട് നോക്കിയപ്പോൾ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മഹാലോകത്ത് ആളുകൾ ഇങ്ങനെ ഭക്ഷണം വെക്കുന്നതായി കണ്ടു. നാളെ ഇവരെ നബി എന്ത് പറഞ്ഞു? 2 3 ഒരു പാത്രം, 2 3 ഒരു പാത്രം, 2 3 ഒരു പാത്രം. 10,000-ഓളം ആളുകൾ കൂടെ ഉണ്ട്. 2 3 ഒരു പാത്രത്തിൽ അങ്ങനെ കഞ്ഞി വെച്ചു, ഭക്ഷണം വെച്ചു. രാത്രി നബിക്കറിയാം അവര് കയറി നോക്കുന്നു. അവരിങ്ങനെ നോക്കുമ്പോ കണ്ണെത്താത്ത ദൂരത്ത് അടുപ്പ് ഇങ്ങനെ കത്താണ്. അപ്പോഴെന്ത് മനസ്സിലാക്കി? ഇവരോട് യുദ്ധത്തിനായിട്ട് കാര്യമില്ല. അപ്പൊ തലേന്ന് രാത്രി തന്നെ പേടിച്ച് അബൂ സുഫിയാൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അബ്ബാസ് തങ്ങളോട് പറഞ്ഞു. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? അബൂ സുഫിയാൻ മുസ്ലിം അല്ല. സാറ ഇബ്നു അഖീഖൽ യൗമ മലിക്കൽ മുലൂക്ക്, ഇന്ന് നിന്റെ അനുജന്റെ മകന്റെ ചക്രവർത്തി ആയപ്പോയല്ലോ, ചക്രവർത്തിയുടെയും ചക്രവർത്തി ആയല്ലോ. അതിനെ ഭയപ്പെടുത്തിയത് യുദ്ധമില്ലാതിരിക്കാൻ. പിന്നെ ഒരു സിവിലിയൻസിന് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു യുദ്ധം വരാൻ സാധ്യത ഖന്തക്കിലാണ്. ഖന്തക്കിലേക്ക് കയറാൻ വേണ്ടി മക്കക്കാർ വന്നു. ജൂതന്മാരെ അവിടെ കൂടെ നിൽക്കുകയും ചെയ്തു. പക്ഷേ നബി സമ്മതിച്ചില്ല. സിവിൽ വാർ ഇല്ലാതാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? മദീനയ്ക്ക് ചുറ്റും ട്രഞ്ച് ഒഴിച്ചു. അതിൽ യുദ്ധം നടന്നിട്ടുമില്ല. ഇതാണ് മുഹമ്മദ് മുസ്തഫ. ഇത് പഠിച്ചാളാ നെപ്പോളിയൻ. അതുകൊണ്ട് വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ തോറ്റുപോയി. നെറികെട്ട കളി പിന്നെ കളിക്കാൻ പറ്റൂല. പിന്നെ സെൻഹലാനാസിലേക്ക് നാട് കടത്തി അവിടെ നോമ്പ് നിസ്കാരം ജീവിച്ചു. അങ്ങനെ മരിച്ചു 1821. ഇതൊക്കെ ചരിത്ര സത്യങ്ങൾ. ആ കാലഘട്ടത്തില് വലിയ ക്ഷതം വന്നിട്ടുണ്ട്, പല രംഗങ്ങളിലും ക്ഷതം വന്നിട്ടുണ്ട്. ആ കാലത്താണ് 1787 അബ്ദുൽ ഹമീദ് ഒന്നാമനോട് സഹായം അർത്ഥിച്ചുകൊണ്ട് ദൂതനെ അയക്കുന്നത്. ടിപ്പു സുൽത്താൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് കഴിയൂല? ഞങ്ങൾ കുഴങ്ങിയ സമയത്താണുള്ളത്. നാടാകെ ലോകമാകെ ഞങ്ങൾ വളഞ്ഞ കാലഘട്ടമാണ് 1787. അബ്ദുൽ ഹമീദ് ഒന്നാമനാണ് ഭരണാധികാരി. 1744 തുടങ്ങിയതാണ് ഏത്? ഹിജാസ് ആക്രമിക്കാൻ. ആര്? വഹാബികൾ. പുറത്തുനിന്ന് വൻ അടി കിട്ടുന്ന കാലത്ത് ഇസ്ലാമിക സമൂഹ ശരീരത്തോട് എന്തെങ്കിലും ഒരു കൂറുണ്ടായിരുന്നുവെങ്കിൽ വഹാബികൾ അത് ചെയ്യൂല. അവരത് ചെയ്തത് എന്തിനാ? മറ്റൊരു ഇങ്ങോട്ട് കയറാനുള്ള സൗകര്യം ഉണ്ടായി കൊടുത്തു, ഉണ്ടാവും ചെയ്തു. അതിനെ തുടർന്നാണ് പൂർണ്ണം. അതുവരെ ഉസ്മാനികളിലേക്ക് പൂർണ്ണമായി കയറാൻ മറ്റുള്ളവർക്ക് കഴിഞ്ഞിട്ടില്ല. അതോടുകൂടെ തകർന്നുപോയി. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് നെപ്പോളിയൻ ഇസ്ലാമിൽ ആകൃഷ്ടനായിട്ടുള്ളത്. ഞാൻ അവസാനിപ്പിക്കാം. നെപ്പോളിയൻ വാട്ടർലൂ തോറ്റപ്പോൾ അന്നത്തെ പോപ്പായിരുന്ന പിയൂസ് 7 പറഞ്ഞത്, നമുക്കെതിരാളിയായ അവസാനത്തെ ആളെയും നാം പരാജയപ്പെടുത്തി എന്നാണ്. വാട്ടർലൂ യുദ്ധത്തിൽ തോറ്റുപോയി നെപ്പോളിയൻ. വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയെന്നാണ് ഒരു വൻ സഖ്യാണ്. എല്ലാരും കൂടെ ഒന്നിച്ചിങ്ങോട്ട് വന്നു, നേരെ ഒന്നിച്ചു വന്നു നെപ്പോളിയനെതിരെ. അപ്പോൾ സ്വാഭാവികമായും നെപ്പോളിയൻ തകർന്നു പോയി, അദ്ദേഹം തോറ്റു. അങ്ങനെ നെപ്പോളിയൻ നാട് കടത്തപ്പെട്ടു സെൻഹലാനാസ് ദ്വീപിലേക്ക്. ഞാൻ നീട്ടുന്നില്ല. ഈ കാലഘട്ടത്തിലാണ് വഹാബികൾ ഉസ്മാനികൾക്കെതിരെ വരുന്നത്. 1744 മുഹമ്മദ് സൗദ് രാജാവും മുഹമ്മദ് അബ്ദുൽ വഹാബും തമ്മിൽ കരാർ ഒപ്പിടുന്നത് ഒരു യൂറോപ്യൻ ആവർത്തനം. ആ ഒരു ശൈലി അവിടെ എന്തായാലും അവിടെ റോമൻ ചക്രവർത്തിക്കും പോപ്പിനും തുല്യസ്ഥാനം. ഇവിടെയോ ആല് ഷെയ്ഖിനും ആല് സൗദിനും തുല്യസ്ഥാനം. കൃത്യമായി ഒരു യൂറോപ്യൻ വെർഷനാണിത്, യൂറോപ്പിന്റെ അതേ കളിയത്. അല്ലാതെ പണ്ഡിതന്മാർ ഭരണാധികാരികൾക്ക് സർവ്വവിധ കലവറയില്ലാത്ത പിന്തുണ കൊടുത്തൊരു കാലം ഉണ്ടായിട്ടില്ല. തെറ്റേണ്ട ഉടനെ പറയും, ഉടനെ പറഞ്ഞോളൂ. ഞാൻ ഈ അടുത്ത ദിവസം താരീഖ് വായിച്ചപ്പോൾ ഒരു മഹാന്റെ താരീഖ് വായിച്ചു. ബുഖാരി കത്ത് നിർത്തുകൊണ്ടിരിക്കുമ്പോൾ രാജാവ് ഒരല്പം കാലിൽ നിർത്തി. ഡമാസ്കസിലെ പള്ളിയിൽ ദർസ് അവസാനിച്ച് ഷാബാൻ 10 ദർസ് നിർത്തുമല്ലോ. അപ്പൊ ദർസ് നിർത്തുന്നതിന് ബുഖാരി 1 മുതൽ അവസാനം വരെ വായിച്ചിട്ട് ബുഖാരി ഹത്ത് തീർക്കുന്ന സമ്പ്രദായം ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. ദർസ് അവസാനിക്കുമ്പോൾ ഹദീസിന് ഹത്ത് തീർക്കലുണ്ട്, എപ്പോഴും ഉണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. ഖുർആൻ ഹത്ത് തീർക്കുന്നത് പോലെ ആണ് എന്ത് ബുഖാരി ഹത്ത് തീർക്കുക, പരിശുദ്ധ. അങ്ങനെ മുസ്ലിം ലോകത്ത് ഏത് കാലത്ത് ഇന്നും നടക്കുന്നുണ്ട്. 1-ാമത്തെ ഹദീത്ത് മുതൽ അവസാന ഹദീത്ത് വരെ പാർട്ടായി വെച്ചിട്ട് ഇപ്പൊ നമ്മൾ പല ആളുകൾക്ക് ജുസ് നിശ്ചയിച്ചു കൊടുത്താൽ തീരും പോലെ എന്തു ചെയ്യും? ബുഖാരി ചെയ്യും. അങ്ങനെ ഒരു രാജാവിന്റെ കീഴില് ബുഖാരി കത്ത് നിർത്തിക്കൊണ്ടിരിക്കുന്ന സമയം, അങ്ങനെ കുറെ നേരെ ഇരിക്കേണ്ടി വരും. രാജാവ് കാലും 40 കിട്ടി. അപ്പോൾ പ്രധാന പണ്ഡിതനുണ്ട്, കാല് വടക്കേറണം. ആരോട്? രാജാവിനോട്. അത് കാരണം രാജാവ് അദ്ദേഹത്തെ മുഫ്തിൽ ആലം എന്ന സ്ഥാനത്ത് നിന്ന് താഴോട്ടിറക്കി. അയാൾക്കൊരു പ്രശ്നം ഉണ്ടായില്ല, ആയിക്കോട്ടെ. എന്നാലും ബുഖാരിക്ക് കാലിടാൻ പറ്റൂല. ചിലർ പറഞ്ഞു, നിങ്ങൾ രാജാവിനോട് പോയത് മാപ്പ് പറഞ്ഞാളി. അത് പറഞ്ഞു, ഞാൻ മാപ്പ് പറയില്ല. എന്തുകൊണ്ട്? സഹീൽ ബുഖാരിയുടെ കത്തുമ നടന്നുകൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് കാര്യം നീട്ടിയത്. അതിന് ഞാൻ മാപ്പ് പറയില്ല. എന്നോട് തെറ്റായ കാര്യമാണ്. രാജാവ് ചെയ്താലും ആര്യ തെറ്റ് തന്നെയാണ്, മാപ്പ് പറയില്ല. പിന്നെ കൊല്ലങ്ങളോളം ഇയാൾ വീട്ടു തടങ്കലിൽ ആയതുപോലെ ജീവിച്ചു. പണി കാര്യമായി രാജാവ് കൊടുത്തില്ല, പ്രശ്നമില്ല.
എന്നാലും രാജാവിനോട് അപ്പറിയില്ല എന്തുകൊണ്ട് രാജാവ് ചെയ്തത് തെറ്റാണ്. അവസാനം രാജാവ് തെറ്റമറിച്ചു, അദ്ദേഹത്തെ മുഫ്തിയാളം സ്ഥാനത്തിലേക്ക് കയറ്റി. എന്താ പണ്ഡിതന്മാര്? ഇതാണ് സുന്നി പണ്ഡിതന്മാര്. പഴയ കാലത്ത് ഇന്നും നല്ല പണ്ഡിതന്മാർ ഇല്ല എന്നല്ല, നല്ല പണ്ഡിതന്മാരില്ലെങ്കിൽ ഇവിടെ ആകാശം പൊളിഞ്ഞാടൂലേ, അവർ വഴിവെക്കൂല, ഭയപ്പെടൂല. അതേ സമയത്ത് ഒരു പ്രശ്നം വന്നാൽ ഒപ്പം നിന്നോടുകയും ചെയ്യും. ഇസ്ലാമിക സമൂഹത്തിന് ഒരു പ്രശ്നം വന്നാൽ എല്ലാവരും കൂടെ കൊടുക്കണം. മാനവ സമൂഹത്തിന് പ്രശ്നം വരുമ്പോൾ കൂടെ കൊടുക്കണം. അതേ സമയത്ത് ഭരണാധികാരികൾക്ക് അക്രമത്തിന് കലവറയില്ലാത്ത പിന്തുണക്കാൻ പാടില്ല. അതാണ് ഒരു കാലത്ത് റോമിൽ നടന്നത്. അതന്നെയാണ് 1744 മുതൽ ഇന്ന് വരെയും വഹാബിയത്ത് നടക്കുന്നത്. സത്യം ഒരു യൂറോപ്യൻ ആവർത്തനാണ്. പണ്ട് അങ്ങനെ ഇല്ല. പണ്ട് ഭരണാധികാരിയുടെ കീഴിൽ പണ്ഡിതന്മാരുണ്ട്, പക്ഷെ തെറ്റായി പറയും. 1744 ഇവർ കരാർ ഒപ്പിടുമ്പോൾ അന്ന് മുസ്ലിം ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് ആര്? ഉസ്മാനി ഖലീഫമാർ. ഉസ്മാനി ഖലീഫമാർക്കെതിരെയാണ് ഇവർ യുദ്ധം പ്രഖ്യാപിച്ചത്. 1263 ജനിച്ച് 1328 മരിച്ച ആളാണ് ഇബ്നു തൈമിയ. ഇബ്നു തൈമിയ ജനിക്കുന്ന അത് മംലൂക്കുകളുടെ കീഴിലാണ്. അപ്പോഴത്തിന് കയറി വരുന്നുണ്ട് ആര്? ഉസ്മാനികൾക്ക് ഇതിന്. കാരണം അഹ്ലു സുന്നക്കെതിരെയുള്ള ഏറ്റവും വലിയ കളി കളിച്ച ചരിത്രത്തിൽ ഇബ്നു തൈമിയാണ്. പിന്നെ ഇബ്നു തൈമിയയെ ഗ്രന്ഥങ്ങളെ വായിക്കുക മാത്രമാണ് അബ്ദുൽ വഹാബ് ചെയ്തത്. അബ്ദുൽ വഹാബ് ഒരു വിഡ്ഢിയാണ്. മുഹമ്മദ് അബ്ദുൽ വഹാബ് ഒരു പണ്ഡിതനേ, ഒരു പ്രഭാഷകനാണ്, ഒരു തന്ത്രജ്ഞനാണ്. പണ്ഡിതന് ഒരു പ്രഭാഷകന് പണ്ഡിതനാവേണ്ട ആവശ്യമില്ലല്ലോ, പണ്ഡിതനാകാതെ പ്രഭാഷകനാകാലോ. ഇബ്നു തൈമിയ അതങ്ങനെയല്ല. ഇബ്നു തൈമിയ ഒരു കൊട്ടാര പണ്ഡിതനാണ്. 1263 സെൽജൂക്ക് സാമ്രാജ്യത്തിലാണ് ജനിക്കുന്നത്. 1328 ഡമാസ്കസിലെ മംലൂക്കികളുടെ കൊട്ടാര പണ്ഡിതനായി അദ്ദേഹം മരിച്ചു. പിന്നെ മംലൂക്കുകളുടെ കീഴിൽ 1517 ഉസ്മാനിക ലോകത്തിന്റെ ഖലീഫകളായി. അന്ന് ഇസ്ലാമിക വിരുദ്ധങ്ങളായ ഗ്രന്ഥങ്ങൾ കണ്ടുകെട്ടാമായിരുന്നു, ചെയ്തില്ല. എന്തുകൊണ്ട്? ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അങ്ങനെയാണ് ഇബ്നു തൈമിയ ഗ്രന്ഥങ്ങൾ 2 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് മുഹമ്മദ് അബ്ദുൽ വഹാബിന് കിട്ടിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് മുസ്ലിം ലോകത്ത് കണ്ട എല്ലാ വിഭാഗത്തിന്റെയും ഐഡിയ ഇബ്നു തൈമിയാണ്. മുജാഹിദ് അടിസ്ഥാന ഇബ്നു തൈമിയാണ്, ജമാഅത്ത് അടിസ്ഥാന ഇബ്നു തൈമിയാണ്, തബ്ലീഗ് ഇബ്നു തൈമിയാണ്. അവർ കുപ്പായം കുറച്ച് നീട്ടുന്നേ ഉള്ളൂ. തുണി കഴിഞ്ഞ് പോയാലും അവരത്താലും കാണണ്ടെന്ന് വിചാരിച്ചതിന് ശേഷം കുപ്പായം നീട്ടുന്നേ ഉള്ളൂ. ഇതിനു ശേഷം താടി നീട്ടും. അവർ ഭൂലോക കള്ളന്മാരാണ്. തനി ഇബ്നു തൈമിയൻ സിദ്ധാന്തത്തിലും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ താല്പര്യത്തിലുമാണ് ആരുള്ളത്? തബ്ലീഗ് ജമാഅത്ത് ഒക്കെ അടിസ്ഥാന ഇബ്നു തൈമിയ, എല്ലാ ഇബ്നു തൈമിയ. ഈ ഇബ്നു തൈമിയ സിദ്ധാന്തങ്ങളെ അഹ്ലു സുന്നയുടെ ആലിമീങ്ങൾ വിചാരിച്ചിരുന്നെങ്കിലും ഉസ്മാനി ഖലീഫമാർ വിചാരിച്ചിരുന്നു തുടച്ചു നീക്കമായിരുന്നു, പക്ഷെ ചെയ്തില്ല. അതങ്ങനെ കയറി വന്നു. പിന്നീടാണ് നേരെ എന്ത് ചെയ്തു? വഹാബികളിലെത്തി. വഹാബികൾ 1700 സിസ്റ്റത്തില് ഉസ്മാനികൾക്കെതിരെ യുദ്ധം ചെയ്താൻ 1744 തീരുമാനിച്ചു. ഇനി ആ കാലഘട്ടങ്ങളിൽ 1740 മുതൽ ഉസ്മാനികൾ നേരിടുന്ന യുദ്ധങ്ങൾ ഞാനിന്ന് പരിചയപ്പെടുത്തുക. ഇവര് ഉസ്മാനികൾക്കെതിരെ ഉള്ളുന്ന ആയുധം എടുക്കുന്ന കാലത്ത് ഉസ്മാനികൾ നേരിടുന്ന യുദ്ധങ്ങൾ: 1, 1743 മുതൽ 46 വരെയുള്ള പേർഷ്യൻ യുദ്ധം. 1768 മുതൽ 1774 വരെയുള്ള റഷ്യൻ യുദ്ധം. 1769 മുതൽ 1772 വരെയുള്ള ഡാനിഷ് യുദ്ധം, ഡച്ചുകാർ. 1770 ഗ്രീസിനോടും ഗ്രീസും റഷ്യയും ഒന്നടങ്കം അടിച്ചു ഉസ്മാനികളെ. 1770 1775 മുതൽ 73 മുതൽ 75 വരെ കോക്കസ് മലനിലയിൽ നടന്ന യുദ്ധം. ഒരു ഭാഗത്ത് രാജിക്കിസ്ഥാന്, ചെച്ചിനിയ, ദാഗിസ്ഥാന്. ഇന്നലെ പറഞ്ഞല്ലോ ആ യുദ്ധം. അതെ, ഏതാ വർഷം? 1773 മുതൽ 1775 വരെ. ഇവിടെ എന്താ പറയണത്? വഹാബികൾ ഉള്ളിൽ നിന്ന് ഉസ്മാനികളെ മേൽ ആയുധമെടുക്കുമ്പോൾ ഉസ്മാനികൾ പുറത്തുനിന്ന് നേരിട്ടിരുന്ന യുദ്ധങ്ങളെ കണക്കാണ് ഈ പറയുന്നത്. ഇതിന് വലിയ ക്രൂരത എന്താ? അതേപോലെ 1775 മുതൽ 76 വരെ സാന്തഷിയാക്കൾ നടത്തിയ പേർഷ്യയിൽ നടത്തിയ യുദ്ധം. 1787 മുതൽ 1791 വരെ ഓസ്ട്രിയയുമായി നടത്തിയ യുദ്ധം. അതിലൊക്കെ തോൽക്കാണ്, മുമ്പൻ പരാജയങ്ങളാണ്. 1787 മുതൽ 1792 വരെ വീണ്ടും റഷ്യയുമായി നടത്തിയ യുദ്ധം. ഒക്കെ ഇങ്ങോട്ട് യുദ്ധത്തിന് വരികയാണ്. 1793 മുതൽ 1795 വരെ ലിബിയയിൽ സ്വന്തം അവർ ഭരിക്കുന്ന നാട്ടിൽ യൂറോപ്യന്മാർ ഉണ്ടാക്കി വിട്ട ചില ആഭ്യന്തര യുദ്ധങ്ങൾ വേറെ. 1798 മുതൽ 1815 വരെ പലപ്പോഴായി നെപ്പോളിയനുമായും യൂറോപ്യന്മാരുമായും നടത്തിയ യുദ്ധങ്ങൾ. 1801 മുതൽ 1805 വരെ അമേരിക്ക നടത്തിയ യുദ്ധം. അമേരിക്കയും സ്വീഡനും സിസിലിയും ഒന്നിച്ചാണ് 801 മുതൽ 805 വരെ ഉസ്മാനികൾ ആക്രമിച്ചത്. ഈ സമയത്താണ് പട്ടി തീറ്റിക്കുന്നത്. 803 കയറി. ആരാ പുറത്തുനിന്ന് ആക്രമിക്കണത്? അമേരിക്ക, പിന്നെയോ സ്വീഡന്, സിസിലി. ആ സമയത്ത് തന്ത്രപ്രധാനമായ ഹിജാസിനെ
പൂർണ്ണമായും സംരക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രശ്നങ്ങൾ മാത്രമല്ല, വയസ്സായിട്ടുണ്ട് സലീം മൂന്നാമന്. ഈ കാലത്ത് അവർ സലീം മൂന്നാമന് മക്ക പിടിച്ചടിച്ച് കത്തയച്ചു വഹാബികൾ. എന്ത്? അസ്ലിം തസ്ലം ഇല്ലാ ഫഇന്ന അലൈക ഇസ്മാതു മാലിക്. നിങ്ങൾ മുസ്ലിമായാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ആരോട്? മുസ്ലിം ലോകത്തിന്റെ ഖലീഫയായ സലീം മൂന്നാമന് കത്തേക്ക്. ആര്? വഹാബി. സാക്ഷാൽ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പേരെക്കുട്ടിയാണ് ഈ കത്തേക്കണത്. മകൻ അബ്ദുൽ ഷെയ്ഖ് അബ്ദുള്ള കത്തേക്കണം. മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ മകൻ അബ്ദുള്ള കത്തേക്കണം. സലീം മൂന്നാമന് അസ്ലിം തസ്ലം, മുസ്ലിം ആയിക്കോളൂ. എന്തുകൊണ്ട്? അവരെ വീക്ഷണ പ്രകാരം ഉസ്മാനികൾ കാഫിറാണ്. കാരണം സുന്നികളാണ്. സുന്നി സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന EK ഹസൻ മുസ്ലിയാർ മെഡിക്കൽ കോളേജിൽ രോഗിയായി കിടന്നപ്പോഴും കത്തയച്ചു, അസ്ലിം തസ്ലം, നിങ്ങൾ മുസ്ലിം ആയിക്കോളൂ, നിങ്ങൾക്ക് രക്ഷപ്പെടാം. മരിക്കണിന് 8 മണിക്കൂറുകൾക്ക് മുമ്പ് അക്കാലത്തെ KNM സംസ്ഥാന പ്രസിഡന്റ് വെളിയങ്കോട് ഉമർ മൗലവി കത്തയച്ചു. 1744 1765 ഇടയ്ക്ക് ഇബ്നു സഊദിന്റെ നേതൃത്വത്തിൽ, മുഹമ്മദ് സഊദിന്റെ നേതൃത്വത്തിൽ വൻ അടിയടിച്ചു ഉസ്മാനികളെ. പിന്നീട് അയാളുടെ മകൻ അബ്ദുൽ അസീസ് ബിൻ സഊദിന്റെ നേതൃത്വത്തിൽ ഒക്കെ അടിക്കാണ്. പിന്നെ അയാളുടെ മകൻ സഊദിന്റെ നേതൃത്വത്തിൽ 1803 അബ്ദുൽ അസീസ് കാലത്തെ ഒരു ഹിജാസിന്റെ വാതിൽ തുറന്നു. മുഹമ്മദ് അബ്ദുൽ വഹാബ് നേരിട്ട് നടത്തിയ യുദ്ധമാണ് 1773 റിയാദിൽ നടത്തിയ യുദ്ധം. അന്ന് റിയാദ് ഉസ്മാനി ഗവർണർക്ക് കീഴിലാണ്. ഉസ്മാനികൾ ഏർപ്പെടുത്തിയ ഒരു നാട്ടുരാജാവിന്റെ കീഴിലാണ് റിയാദ്. അത് പിടിച്ചടക്കി. ആരാ യുദ്ധത്തിൽ പങ്കെടുത്ത് നേതൃത്വം കൊടുത്തത്? സാക്ഷാൽ ആര്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് 1773. ആരാ അന്നത്തെ ഖലീഫ? അബ്ദുൽ ഹമീദ് ഒന്നാമൻ. സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മലി സിവാക വലാ അൽബി അലാ അഹദി ഫഅൻത നൂറുൽ ഹുദാ ഫീ കുല്ലി കായിനതി വഅൻത സിറുൻ നദാ യാ ഖൈറ മുഅ്തമദി. ഇത് എഴുതിയ കവിയാണ് ആര്? പുണ്യ റസൂലിനെ ലോകത്തേത് സൃഷ്ടിയേക്കാളും മഹത്വപ്പെടുത്തി കവിത എഴുതിയ, ലോകം കണ്ട പ്രവാചക പ്രേമത്തിന്റെ കവി, മഹത്ത ആത്മപീയൂഷത്തിന്റെ കവിത എഴുതിയ കവിയാണ് ആര്? മഹാനായ അബ്ദുൽ ഹമീദ് ഒന്നാമൻ. അദ്ദേഹത്തിന്റെ കീഴിലുള്ള നാട്ടുരാജാവ് റിയാദ് ഭരിക്കുന്നത് ഉസ്മാനികളെ തോൽപ്പിച്ച് ഭരണം പിടിച്ചെടുത്തു. ആര്? സാക്ഷാൽ മുഹമ്മദ് അബ്ദുൽ വഹാബ്. ആ സമയത്താണ് യൂറോപ്യൻ ശക്തികളോട് പുറത്തുനിന്ന് പൊരുതുന്നത് ആര്? ഉസ്മാനികൾ. 800 കൊല്ലക്കാലം മുസ്ലിം ലോകത്തിന്റെ അതിർത്തി കാത്ത മഹാന്മാർ. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടത്. ഈ വർഗവഞ്ചകർക്ക് എങ്ങനെ മാപ്പ് കൊടുക്കും? ഈ വർഗവഞ്ചകരെ കയ്യിലെ പണത്തിനെ കൊതിച്ചിട്ടല്ലാതെ എന്തിനാണ് സുന്നിയെ നിങ്ങൾ ഇത് മൂടി വെക്കുന്നത്? റസാഖ് റബ്ബാനി എന്ന വിശ്വാസം നിങ്ങൾക്ക് സുന്നികളെ ഇല്ലാതായി പോയതല്ലേ കാരണം? നിങ്ങൾ എന്തിനാണ് ഈ വഹാബികളെ ഭയപ്പെടുന്നത്? കൊല്ലുന്നോ? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. ജീവിതവും മരണവും സൃഷ്ടിക്കുന്ന ആരാണ്? അല്ലാഹുവല്ലേ. നിങ്ങൾ എന്തിനാണ് ഈ വഹാബികളെ പേടിക്കുന്നത്? ഈ ലോകം കണ്ട അക്രമികളെ എന്തിന് നിങ്ങൾ ഇവർക്ക് താങ്ങിക്കൊടുക്കുന്നത്? കുടുംബത്തിന്റെ കീഴ്വഴക്കം കാരണം ദൗർഭാഗ്യകരമായി വഹാബിയത്തിൽപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിച്ച് ചരിത്രം പഠിക്കുക. റഹ്മത്തുള്ളാഹിന്റെ വായിന്ന് കേൾക്കണ്ട, നിങ്ങൾ പഠിക്കുക. മുഹമ്മദ് അബ്ദുൽ വഹാബ് 1773 നേരിട്ട് പോയി റിയാദ്, ഉസ്മാനികളെ കീഴിലാണ് ഇന്ന് റിയാദ് പിടിച്ചിറക്കി. വേറൊരു ഖലീഫ അവിടെ ഇല്ല. 1775 ഖസീം അൽ ഖസീം പിടിച്ചിറക്കി നേരിട്ട്. 1785 മുഹമ്മദ് അബ്ദുൽ വഹാബ് ജീവൻ പോകുന്നത് 92 മരിച്ചു. ഞാൻ പറയില്ല എന്തുകൊണ്ട് മരിച്ചു എന്നൊക്കെ പറയും നല്ല മനുഷ്യന്മാരെ പറ്റിയ. ഞാൻ ചത്തുന്നോട്ട് പറയണില്ല. എന്തുകൊണ്ട്? ഒരു വിഭാഗം ആളുകൾ മൂഢന്മാരാണെങ്കിലും അയാൾ പേര് കണക്കുണ്ടല്ലോ, ഒരു പ്രതിപക്ഷവുമാണ്. മരിച്ചു എന്ന് പറയാൻ പറ്റൂല. നല്ല നല്ല മനുഷ്യന്മാർ പോകുമ്പോഴാണ് മരിച്ചു എന്നറിയാം. ചത്തുനോട്ട് പറയണില്ല, ജീവൻ പോയി എന്നറിയാം. ഈ കള്ളനായ തമ്മാടി മുസ്ലിം സമുദായത്തിന് ഏറ്റവും ക്ഷതമേൽപ്പിച്ച ഈ ക്രൂരനായ കള്ളനായ പഹയനായ ഹമുക്കായ ഈ തമ്മാടി ജീവൻ പോകുന്ന 1792 അപ്പോഴത്തിന് ഇയാൾ നേരിട്ട് പോയി റിയാദ് പിടിച്ചിട്ടുണ്ട്, നേരിട്ട് പോയി അൽ ഖസീം പിടിച്ചിട്ടുണ്ട്. 1785 ജബൽ ഷമർ പിടിച്ചത്. ജബൽ ഷമർ എന്ന് പറഞ്ഞാൽ അന്ന് ഇജാസിന്റെ ഭാഗങ്ങൾ വരെ ഇന്നെടുക്കുന്ന പ്രവിശാലമായ ഭരണകൂടാണ് ജബൽ ഷമർ. നേരിട്ട് പോയി പിടിച്ചത്. സുന്നി രാജ്യങ്ങൾ നാടുകൾ അതൊക്കെ. കുവൈത്ത് സുന്നി നാടായിരുന്നു. 1793 ഇയാൾ ജീവൻ പോയതിനു ശേഷം ഇയാളെ മകൻ അബ്ദുള്ള എല്ലാവരും ഉപദേശം കൊടുത്തു. ഇയാളെ മരുമകൻ അബ്ദുൽ അസീസ് പോയിട്ട് പിടിച്ചിറക്കി. 1793 കുവൈത്ത് സുന്നികളിൽ നിന്ന് പിടിച്ചു, അഥവാ ഉസ്മാനികളിൽ നിന്ന് പിടിച്ചു. 1793 തന്നെ ബഹ്റൈൻ പിടിച്ചിറക്കി. വഹാബികൾ ബഹ്റൈൻ പിടിച്ചിറക്കുന്ന 1793 ആരാ നേതൃത്വം? മകനും മരുമോനും മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കനിച്ചങ്ങായപ്പോഴത്തെ ജീവൻ പോയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ഷാമിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന മുഴുവനും ഹജ്ജിന് പോയ സംഘങ്ങളെ മുഴുവൻ ഇവർ കൊള്ളയടിച്ചു. ഇയാളെ മകന്റെയും ഇയാളുടെ പേരക്കുട്ടിന്റെ നേതൃത്വത്തിൽ.
മരുമകന്റെ നേതൃത്വത്തിൽ. അത് അവരുടെ ഗ്രന്ഥം തന്നെ ഞാൻ ഇവിടെ ഹാജരാക്കിയിട്ടുണ്ട്. ഇനി ഹാജരാക്കാം. വഹാബികൾ ഷാമിൽ നിന്ന് വരുന്ന സംഘങ്ങളെ ഹജ്ജ് സംഘങ്ങളെ കൊള്ളയടിക്കൽ പതിവായിരുന്നു എന്ന് അൽ ഇത്തിഹാദ് വഹാബി മാസികയിൽ 1950 കാലഘട്ടങ്ങളിൽ അവരെന്നെ എഴുതിയ രേഖ നമ്മുടെ കയ്യിലുണ്ട്. ഏത് സുന്നി ലൈബ്രറിയിലുണ്ട്, വഹാബികളുടെ ലൈബ്രറിയിലുണ്ട്. അൽ ഇത്തിഹാദ് മാസിക 1803 അവർ മക്കയെ ഉപരോധിച്ച് പട്ടിയെ തീറ്റിച്ചു, പട്ടി തിന്നു എന്ന് അവരെ കിതാബിൽ ഞാൻ ഈ സ്റ്റേജിൽ വായിച്ചിട്ടുണ്ട്. അക്കല അഹ്ലു മക്ക ലഹ്മൽ കിലാബി, നായകളുടെ പട്ടികളുടെ ലഹ്മ് ഇറച്ചി വാങ്ങി അറുത്ത് തിന്നേണ്ടി വന്നു. ഭക്ഷണമായി ഒന്നുമില്ല. ഇറച്ചി ഇല്ലാത്തോണ്ടല്ല, അരില്ല. പിന്നെ പൂച്ചനും നായനും പിച്ചിരുന്നു. സിറിയയിൽ എങ്ങനെ ഉണ്ടായാലും ഈ അടുത്ത കാലത്ത് തെരുവ് പട്ടികളൊക്കെ ഇല്ലാതെയായി. സിറിയക്കാർ വെച്ചിരുന്നു. എന്തുകൊണ്ട്? ഭക്ഷണമില്ല. അവസ്ഥയത്തോടെ നമ്മൾ എല്ലാവരും കാത്തിരക്ഷിക്കട്ടെ. 1803 മക്കയിലേക്ക് ഭക്ഷണം മുടക്കി ആര്? വഹാബികള് ഉപരോധിച്ചു. അവസാനം മക്കാർ കുഴങ്ങി. മക്കയിലേക്കുള്ള ഷെരീഫ്, അന്നത്തെ ഉസ്മാനികളുടെ ഗവർണറാണ് ഷെരീഫ്, തോറ്റു, വാതിൽ തുറന്നെടുത്തു. കാരണം അന്ന് ഒരു പട നയിക്കാനുള്ള സ്വാധീനം അന്ന് ഉസ്മാനികൾക്ക് ഇല്ല. കാരണം ലോകമാകെ അവർ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് എന്തുണ്ടായത്? വല്ലാതെ നേരം വൈകിയില്ല. കരുത്തനായ മുഹമ്മദ് അലി പാഷ നേരെ കയറി വന്നു. അവരെ ഗവർണറായിരുന്നു ആര്? മുഹമ്മദ് അലി പാഷ. ഉസ്മാനികളെ അടിച്ചട നിരത്തുവാക്കി. 1818 ആകുമ്പോഴത്തേന് അവസാനത്തെ വഹാബിയെയും തുരത്തി. മനസ്സിലായോ? മുഹമ്മദ് അലി പാഷയ്ക്ക് മാത്രം ഡ്യൂട്ടി കൊടുത്തു. അയാൾക്ക് അത് മാത്രമായി ഡ്യൂട്ടി. അയാൾ കരുത്തനായിരുന്നു. അദ്ദേഹത്തിന്റെ മകനുമൊക്കെ മുഹമ്മദ് അലി പാഷയും മക്കളും കൂടി അടിച്ചങ്ങോട്ട് നിരപ്പാക്കി. മക്ക മദീന മുഴുവനും നിരനായിട്ട് നടത്തി. മാത്രമല്ല, ഹബീബ റസൂലുള്ളാഹി ജനിച്ച വീട് പൊളിച്ചു. ഖദീജ ബിയുടെ 82 സൂറത്തിൽ ഇറങ്ങിയ വീട് പൊളിച്ചു. ഖദീജ സിദ്ദീഖുൽ അക്ബറിന്റെ വീട് പൊളിച്ചു. ജന്നത്തുൽ ബഖീൽ, ജന്നത്തുൽ മഹനിൽ എല്ലാ എടുപ്പോഴും നിരപ്പാക്കി. 1803, 804, 805, 806 കാലഘട്ടങ്ങളിൽ. പിന്നെ തിരിച്ചു പിടിച്ചവരെ പുറത്താക്കുന്നത് ഉസ്മാനികൾ പുറത്താക്കുന്നത് 1818 1818 മുതൽ 1836 വരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. വീണ്ടും സിദ്ദീഖുൽ അക്ബറിന്റെ വീട് തിരിച്ചു കൊണ്ടുവന്നു. ആ സിദ്ദീഖുൽ അക്ബറിന്റെ വീട് 1900 ശേഷം അവർ പിടിച്ചടക്കി ഈ അമേരിക്കക്ക് വിറ്റു. ഇന്ന് അമേരിക്കൻ കോർപ്പറേറ്റുകളുടെ ഹോട്ടലായ ഹിൽട്ടൺ ഹോട്ടലാണ് സിദ്ദീഖുൽ അക്ബറിന്റെ വീട്. നേരത്തെ ഇവർ തകർത്തിരുന്നു ആദ്യത്തെ വരവിൽ. പിന്നെ ഉസ്മാനികൾ പുനർനിർമ്മിച്ചു. ഇപ്പൊ വീണ്ടും സിദ്ദീഖുൽ അക്ബറിന്റെ വീട് ഹിൽട്ടൺ ഹോട്ടൽ അമേരിക്കക്ക് ഒരു വിറ്റു. സിദ്ദീഖുൽ അക്ബറിന്റെ വീട് വിറ്റു, ഹിൽട്ടൺ ഹോട്ടലാണ്. അക്കാലത്ത് ഖദീജയുടെ വീട് പൊളിച്ചിരുന്നു, വേറൊന്നും ചെയ്തിട്ടില്ല. അപ്പോഴത്തിന് എന്തായി? മഹമ്മൂദ് രണ്ടാമനും പിന്നീടുള്ളവരും വന്ന് എന്ത് ചെയ്തു? അത് രണ്ടാമതും ഉസ്മാനികൾ പുനഃക്രമീകരിച്ചു, പുനർനിർമ്മിച്ചു. 900 ശേഷം പൊളിച്ചു, കക്കൂസാക്കി. നിലവിൽ കക്കൂസാണ്. 82 സൂറത്തിറങ്ങിയത് വീട് കക്കൂസാണ്. ഇത് ചെയ്യാൻ ഒരു ക്രിസ്ത്യാനിക്ക് കഴിയില്ല. പുണ്യ റസൂൽ ജനിച്ച വീട് തകർത്തിട്ട് ചണ്ടയാക്കാൻ ലൈബ്രറി ആയില്ലേ? തകർത്തത് 26, ലൈബ്രറി ആക്കി 51. അതുവരെ കാലിച്ചണ്ട. ഇത് പറഞ്ഞ സുന്നികൾക്ക് മനസ്സിലാകുമല്ലോ, വഹാബികൾക്ക് എന്നാണ് എവിടെയെങ്കിലും പേച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ചെയ്ത് നായാട്ടുകളാണ്. ആർക്കെതിരെ? ഉസ്മാനികളുടെ കാലഘട്ടത്തിൽ ഖലീഫക്കെതിരെ നായാട്ട് നടത്തി. മക്കയിലും മദീനയിലും ഒരു സ്വാതന്ത്ര്യം അവർ നിലനിർത്തിയില്ല. ദലായിലുൽ ഖൈറാത്ത് ചുട്ടുകരിച്ചു, മൗലിദ് നേടുകൾ ചുട്ടുകരിച്ചു, ബുർദത്തു ശരീഫ ചുട്ടുകരിച്ചു, എല്ലാം ചുട്ടുകരിച്ചു. സുന്നി പുസ്തകങ്ങൾ ചുട്ടുകരിച്ചു, ഷാഫി പുസ്തകങ്ങൾ ചുട്ടുകരിച്ചു, ഹനഫി പുസ്തകങ്ങൾ ചുട്ടു, എല്ലാം. പിന്നെ അവർക്ക് സൗകര്യപ്പെട്ട കിതാബുകളിൽ അവർ തിരുമറി നടത്തി. 900 ശേഷം അതാണ് തകർച്ചയുടെ കാലഘട്ടം. തകർച്ചയുടെ അടിസ്ഥാനം ഞാൻ പറഞ്ഞു. 17, 18, 19, 20 നൂറ്റാണ്ടുകളിൽ 20-ാം നൂറ്റാണ്ട് തുടക്കത്തിൽ അവസാനത്തെ ഖലീഫയെ നാട് കടത്തി. 17, 18, 19 നൂറ്റാണ്ട് തകർച്ചയുടെ അവസാനം. അതിന് കാരണം ഉള്ളിൽ നിന്നും പുറത്തുനിന്നും ഒരുപോലെ അടിച്ചു. എല്ലാ ശക്തികളും പുറത്തുനിന്ന് അടിച്ചു. ഉള്ളിൽ നിന്ന് വഹാബികളും അടിച്ചു, ഷിയാക്കളും അടിച്ചു. അങ്ങനെ അവസാനം തകർന്നു തരിപ്പണായി. 800 കൊല്ലം മുസ്ലിം ലോകത്തിന്റെ അതിർത്തി കാത്തിരുന്ന ഒരു ജനത തകർന്നു. അവരുടെ അവസാനത്തെ ഖലീഫയും നാട് കടത്തപ്പെട്ടപ്പോഴാണ് ബ്രിട്ടൻ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം എന്ന് പേര് കിട്ടിയത്. ബ്രിട്ടന് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം പേരിട്ടുന്നത് 1921. ഇതിനുമ്പ് ആ പേരില്ല. അന്ന് ആ പേര് പിന്നെ ഒരു ജനതക്ക് വെക്കാമെങ്കിൽ ആ ജനത ഉസ്മാനികളാണ്. അവരാ പേര് സ്വീകരിച്ചിട്ടില്ല. അത് അഹങ്കാരത്തിന്റെ പേരാണ്. അവർ ഖാദിമുൽ ഹറമൈൻ ഷരീഫൈൻ എന്ന പേര് സ്വീകരിച്ചു. ഇന്ന് പലർക്കും ആ പേരിന് അർഹതയില്ല. ഒരു മക്കയും മദീന അമേരിക്കക്ക് വിറ്റവരാണ്. ഒരു ഖാദിമീങ്ങളല്ല, ഒരു ഹാലിക്കീങ്ങളാണ്, മുഹ്ലിക്കീങ്ങളാണ്. ഇന്നത്തെ ഒരു ഖാദിമീങ്ങളല്ല, മുഹ്ലിക്കീങ്ങൾ. നശിപ്പിച്ചോര്, തകർത്തോര്, അമേരിക്കക്ക് വിറ്റോര്. ഉസ്മാനികൾക്ക് നിയമം ഉണ്ടായിരുന്നു, മക്കായിലും മദീനയിലും മസ്ജിദുൽ ഹറാമിനേക്കാളും ഉയർന്ന ഒരു കെട്ടിടം മക്കയിൽ ഉണ്ടാകാൻ പാടില്ല. മസ്ജിദുൽ നബവിയേക്കാൾ വലിയൊരു കെട്ടിടം മദീന ഉണ്ടാകാൻ പാടില്ല. ഇന്ന് മക്കയുടെ സിമ്പൽ പോലും മസ്ജിദുൽ ഹറമല്ല. ആണോ? പറ. മക്കയുടെ സിമ്പൽ പോലുമല്ല.
അവസാനിപ്പിക്കുകയാണ്. ദാറുൽ ഖുർആൻ എല്ലാവരും സഹായിക്കണം.